സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നതിനിടയിൽ ബി.ജെ.പിയുടെ സകല തന്ത്രങ്ങളും പാളുകയാണ്. എല്ലാ ജില്ലകളിലും ചേരിപ്പോര് രൂക്ഷമാവുന്നു. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വേറെയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടണമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാകണമെന്നുമാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ബി.ജെ.പി നിലം തൊടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്ത് രണ്ടുപേരുടെ ആത്മഹത്യ പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാവായ എം.എസ്. കുമാർ ബി.ജെ.പി നേതാക്കൾക്കെതിരെ നടത്തിയിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. തൃശൂർ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് പാർട്ടി ഭാരവാഹികളുടെ കൂട്ടരാജിയാണ് നടക്കുന്നത്. നിലവിൽ ബി.ജെ.പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ കോൺഗ്രസ് ഒരു മുഴം മുൻപേ പ്രവർത്തനം തുടങ്ങി വെച്ചിരുന്നു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിനുണ്ടായത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ആ പ്രതീക്ഷയും വേണ്ട. ഈ ഘട്ടത്തിലാണ് ബി.ജെ.പി സി.പി.എം രഹസ്യധാരണ എന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. പലയിടങ്ങളിലും എൽ.ഡി.എഫ് വളരെ പിന്നിലാണ്. സി.പി.എം സി.പി.ഐ പാർട്ടികളിൽ നിന്നും നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ഒഴുകുന്നു. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ സി.പി.എമ്മും ബി.ജെ.പിയും ഒരുമിക്കുന്നു എന്നാണ് വിവരം. പലയിടങ്ങളിലും ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ സി.പി.എം നേതാക്കൾ നിർദ്ദേശം നൽകിയെന്നാണ് രഹസ്യ വിവരം. സമാനമായി തന്നെ സി.പി.എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്യുവാൻ ബി.ജെ.പിയും ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 2026 യു.ഡി.എഫ് അധികാരത്തിൽ വരുമെന്ന് ജനം ഉറച്ചു വിശ്വസിക്കുമ്പോൾ അത് ഏത് വിധേനയും തകർക്കണമെന്നാണ് ബി.ജെ.പി സി.പി.എം ഒരുമയോടെ ആലോചിക്കുന്നത്. അതിന്റെ തുടക്കം എന്ന നിലയിലാണ് സി.പി.എം ബി.ജെ.പി വോട്ട് കച്ചവടം നടത്തുവാൻ ഒരുങ്ങുന്നത്. കൂടാതെ ബി.ജെ.പി സി.പി.എം ഈ രഹസ്യ ഡീല് ഇക്കഴിഞ്ഞ ഇടയ്ക്ക് സി.പി.എം വനിതാ നേതാവ് തുറന്നടിക്കുകയുമുണ്ടായി. തിരുവനന്തപുരത്ത് ഇത്തവണ സ്ഥാനാർത്ഥിയെ സി.പി.എം നിർത്തിയിരിക്കുന്നത് ബി.ജെ.പിയുമായിട്ടുള്ള ധാരണ പ്രകാരമാണെന്നാണ് ഈ നേതാവ് വെളിപ്പെടുത്തിയത്. മുൻപ് അവരങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നും ബി.ജെ.പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ദുർബലരെ നിർത്തിക്കൊണ്ട് ബി.ജെ.പിയെ വിജയിപ്പിക്കും, എന്നിട്ട് നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ എം.എൽ.എ ജയിപ്പിക്കാൻ ബി.ജെ.പി തിരിച്ചും പിന്തുണ നൽകും. അതായത് സി.പി.എമ്മിന്റെയും ബി.ജെ.പിയുടെയും കൊടുക്കൽ വാങ്ങൽ ബന്ധത്തെ പുറം ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞു. ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗമായ ആനി അശോകനായിരുന്നു ഈ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണെന്ന് കൂടി അവർ വെളിപ്പെടുത്തി. കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് വോട്ട് മറിക്കാനാണ് ധാരണ. പ്രത്യുപകാരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കടകംപള്ളിക്ക് വോട്ട് നൽകുമെന്നും ആനി അശോകന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള സി.പി.ഐ.എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ ബി.ജെ.പിക്ക് വോട്ട് മറിയാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും ആനി അശോകൻ വെളിപ്പെടുത്തിയത് സി.പി.എമ്മിന് വലിയ ഞെട്ടലുണ്ടാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് ഉറപ്പിക്കാനാണ് നീക്കം. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഏകാധിപത്യ ഭരണമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയമെന്നും ആനി അശോകന്റെ ആരോപണത്തിലുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ചെമ്പഴന്തി വാർഡിൽ ആരും അറിയാത്ത ഒരാളെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. അന്ന് നേതാക്കൾ എതിർത്തിരുന്നു. ചെല്ലമംഗലത്ത് പൗടിക്കോണത്തും സമാനമായിട്ട് സാഹചര്യം ഉണ്ടായി. അവിടെയും സ്ഥാനാർത്ഥിക്കെതിരെ എതിർപ്പുണ്ടായിരുന്നു. അവിടെ പാർട്ടിക്കാർ തന്നെയാണ് സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതെന്നും ആനി അശോകൻ വെളിപ്പെടുത്തിയിരുന്നു. കൂടുതൽ ശക്തിയോടെ തിരിച്ചുവരുന്ന കോൺഗ്രസിനെ പൂട്ടാനുള്ള ഒരു രഹസ്യ ഡീലാണ് സി.പി.എം ബി.ജെ.പിയും ചേർത്ത് നടത്തുന്നത്. പക്ഷേ അതൊന്നും വിലപ്പോകില്ല എന്നാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്.